10 ദിവസം കൊണ്ട് 1.5 ലക്ഷം കിലോ ഈത്തപ്പഴം വിറ്റ ഒരു പ്രദർശനമേളയുടെ വിശേഷങ്ങളാണിനി. ഖത്തറിലെ സൂഖ് വാക്കിഫിൽ തയ്യാറാക്കിയ മേളയിലാണ് ഈത്തപ്പഴത്തിന്റെ കച്ചവടവും വിൽപ്പനയും പൊടിപൊടിക്കുന്നത്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഖത്തറിൽ ഈത്തപ്പഴം പഴുത്തു വരുന്ന കാലമാണ്. നല്ല ചുടുകാറ്റുള്ള സമയം. ഈ ഈത്തപ്പഴ സീസണിൻ്റെ തുടക്കത്തിലാണ് ഖത്തറിലെ സൂഖ് വാക്കിഫിൽ ഈത്തപ്പഴ മേള നടക്കുന്നത്. നല്ല ഒന്നാം തരം ഈത്തപ്പഴങ്ങൾ ചെറിയ വിലക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ മേളയുടെ സവിശേഷത. ഖത്തറിലെ ഈത്തപ്പഴ ലോകം ഒന്നാകെ ഒത്തുകൂടുന്ന വേദിയാണ് സൂഖ് വാക്കിഫിൽ നടക്കുന്ന ഈത്തപ്പഴമേള. പ്രദർശനത്തിനൊപ്പം തകൃതിയായ വിൽപ്പനയും നടക്കുന്നയിടം. ജൂലൈ 24-ന് ആരംഭിച്ച മേളയിൽ ഇതുവരെ വിറ്റത് 1,50,863 കിലോ ഈത്തപ്പഴം. മേള കാണാനെത്തിയത് 78,300 പേരാണ്. അവരിൽ തദ്ദേശീയർ മാത്രമല്ല, മലയാളികളടക്കമുള്ള പ്രവാസികളുമുണ്ട് ഏറെ. ഇതിൽ വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വൈബും. ഇന്ന് നാളെ ലാസ്റ്റ് ഡേ ആണ് ഇതിൽ. അപ്പോൾ ഇന്ന് നമുക്ക് നാട്ടിൽ പോവുകയാണ്. നാളെ നാട്ടിൽ അപ്പോഴത്തേക്ക് ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് നാട്ടിലുള്ള അയൽവാസികൾക്കൊക്കെ ഇതിൻ്റെ പഴുത്തതല്ല, ആ മഞ്ഞ കളറോട് കൂടിയുള്ള അതാണ് നാട്ടിലുള്ളവർക്ക് ഇഷ്ടം. ഡേറ്റ്സ് മാത്രമുള്ള ഫെസ്റ്റിവൽ അപൂർവം. പിന്നെ ഇവിടെ കൂടുതലും നമ്മുടെ ലോക്കൽ ഡേറ്റ്സ് കിട്ടാറുണ്ട്, ഇവിടുത്തെ ഡേറ്റ്സ്. അപ്പോൾ നമ്മളല്ലാതെ ഷോപ്സിലൊക്കെ പോയാൽ ചിലപ്പം വേറെ മിഡിൽ ഈസ്റ്റിലെ UAE-ലെയും പിന്നെ ഒമാനിലെയും അങ്ങനെ നമുക്ക് കിട്ടാറുണ്ട്, ജോർദാൻ അങ്ങനെ ഡേറ്റ്സ്. ബട്ട് ലോക്കൽ ഡേറ്റ്സ് കിട്ടുന്നത് നമ്മൾ ഈ കൂടുതലും ഈ ഡേറ്റ്സ് ഫെസ്റ്റിവലിന് വരുമ്പോൾ. തദ്ദേശീയമായ 4 തരം ഈത്തപ്പഴങ്ങളാണ് മേളയിൽ പ്രധാനമായും ഉള്ളത്. ഗൾഫ് മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന മുന്തിയ ഇനം ഈത്തപ്പഴമായ ഖലാസ്, മധുരം കൂടുതലുള്ള ശീശി, ഇരുണ്ട ബ്രൗൺ നിറത്തിലുള്ള ഖനീസി, ഔഷധ ഗുണം കൂടുതലുള്ള ബർഹി എന്നിവയുടെ വമ്പൻ ശേഖരം തന്നെ മേളയിലുണ്ട്. കഴിഞ്ഞ 24-ന് തുടങ്ങിയതാണ്. ഇപ്പം നല്ലതായിട്ട് ഇവിടെ ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. മേളയുടെ 10ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 114 ഫാമുകളാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈത്തപ്പഴം കാണാനും വാങ്ങാനും മാത്രമല്ല, മിക്ക സ്റ്റാളുകളിലും, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാളുകളിലും ഇങ്ങനെ പാത്രമുണ്ട്. ഇതിൽ കഴുകി നമുക്ക് ഇഷ്ടമുള്ള ഈത്തപ്പഴം കഴിക്കാനും പറ്റും. സൂഖ് വാക്കിഫിൽ നിന്ന് അഷ്റഫ് നേരോത്തിനൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.